ഇംഗ്ലണ്ടിനെതിരായ മൂന്നാം ഏകദിനത്തിൽ ഇന്ത്യൻ യുവ ബൗളർമാരുടെ പ്രകടനം കണ്ടവരോടാണ് നിങ്ങൾ ഈ പരമ്പരയിൽ ആരെയാണ് മിസ് ചെയ്തത്? ഇംഗ്ലണ്ടിൽ ബുംറയുടെ അഭാവത്തിൽ ഇന്ത്യൻ പേസ് ബൗളിംഗ് നയിക്കേണ്ടിയിരുന്ന മുഹമ്മദ് ഷമി ഇപ്പോൾ എവിടെയാണ്? എന്തിനു വേണ്ടി, ആർക്കു വേണ്ടിയാണ് അയാളെ ഇനിയും ഇന്ത്യൻ ടീമിൻ്റെ പടിപ്പുരയ്ക്ക് പുറത്ത് BCCIയിലെ മേലാളന്മാർ നിർത്തിയിരിക്കുന്നത്? ആദ്യ 2 ഏകദിനങ്ങളും തോറ്റ ടീം ഇന്ത്യയ്ക്ക് അഭിമാനത്തോടെ ആശ്വസിക്കാനുള്ള അവസാന പിടിവള്ളിയായിരുന്നു ലോർഡ്സിലെ മത്സരം. പക്ഷേ ചരിത്രത്തിലെ ഏറ്റവും വലിയ കൂട്ടത്തല്ലിനാണ് ഇന്ത്യൻ ബോളർമാർ ലോർഡ്സിൽ ഇരയാക്കപ്പെട്ടത്. ജസ്പ്രീത് ബുംറ ടീമിലുണ്ടായിരുന്നില്ല. പകരം പന്തെറിഞ്ഞ അർഷദീപ് സിംഗ് വഴങ്ങിയത് 10 ഓവറിൽ 72 റൺസ്, ഒരു വിക്കറ്റും നേടിയില്ല. 2 വിക്കറ്റ് ഉണ്ടെങ്കിലും പ്രസിദ്ധ് കൃഷ്ണ വഴങ്ങിയത് 69 റൺസാണ്. ഒരു വിക്കറ്റ് എടുത്ത പ്രിൻസ് യാദവ് നൽകിയത് 79 റൺസ്. മറ്റൊരു യുവതാരം ഗുർനൂർ ബ്രാർ വിട്ടുകൊടുത്തത് 97 റൺസ്. ലോർഡ്സ് ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ ഒരു ബൗളർ വഴങ്ങിയ ഏറ്റവും ഉയർന്ന റൺസാണത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബോളിംഗിനിറങ്ങിയ ഇന്ത്യക്കെതിരെ ഇംഗ്ലണ്ട് അടിച്ചുകൂട്ടിയത് 387 റൺസ്. സ്കോർ 400 തൊടാതിരുന്നത് മഹാഭാഗ്യം. കടുത്ത സമ്മർദ്ദഘട്ടങ്ങളിൽ റൺസ് നിയന്ത്രിക്കാൻ ജസ്പ്രീത് ബുംറ ഉണ്ടായിരുന്നില്ല. പകരം വേണ്ടിയിരുന്ന മുഹമ്മദ് സിറാജിനെയും സെലക്ടർമാർ അവഗണിച്ചു. പക്ഷേ അന്താരാഷ്ട്ര ക്രിക്കറ്റിലും ആഭ്യന്തര ക്രിക്കറ്റിലും മിന്നുന്ന ട്രാക്ക് റെക്കോർഡുള്ള മുഹമ്മദ് ഷമിയെ അവഗണിച്ചത് എന്തുകൊണ്ടായിരിക്കും? ആദ്യം സെലക്ടർമാർ പറയുന്ന കാരണങ്ങൾ നിരത്താം. BCCI ചീഫ് സെലക്ടർ അജിത് അഗാർക്കർ വ്യക്തമാക്കിയതിനനുസരിച്ച് നിലവിൽ മുഹമ്മദ് ഷമി T20 ക്രിക്കറ്റ് ഫോർമാറ്റ് കളിക്കാൻ മാത്രമാണ് സന്നദ്ധത അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഏകദിന ടെസ്റ്റ് ടീം സെലക്ഷൻ ചർച്ചകളിൽ ഷമിയുടെ പേര് ഉൾപ്പെടുത്തുന്നില്ലത്രേ. അപ്പോൾ ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഷമിയെ ഇംഗ്ലണ്ടിനും അയർലൻഡിനുമെതിരായ T20 പരമ്പരയിലും പരിഗണിച്ചില്ല? അതിനു മുൻപ് നടന്ന ലോകകപ്പിൽ എന്തുകൊണ്ട് ഉൾപ്പെടുത്തിയില്ല? പരിക്കുകൾ വലച്ച കരിയറിൽ പൂർണ്ണമായും ഫിറ്റ്നസ് വീണ്ടെടുത്ത ഷമിയെ കിട്ടുന്നില്ല എന്നതും ഒരു കാരണമായി അഗാർക്കറും ഗംഭീറും പറയുന്നുണ്ട്. എന്നാൽ ആഭ്യന്തര ക്രിക്കറ്റിൽ മികച്ച പ്രകടനം നടത്തുമ്പോഴും ഇന്ത്യ A ടീമിനായി കളിക്കണമെന്ന നിർദ്ദേശം ഷമി പാലിച്ചില്ലെന്ന ആരോപണം ചില BCCI വൃത്തങ്ങൾ തന്നെ ഉയർത്തുകയും ചെയ്യുന്നു. എന്നാൽ തൻ്റെ ഫിറ്റ്നസിനെ കുറിച്ച് ആരും തന്നോട് അന്വേഷിച്ചിട്ടില്ലെന്ന് ഒരിക്കൽ ഷമി തന്നെ മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞിട്ടുണ്ട്. ഞാനല്ല എൻ്റെ ആരോഗ്യസ്ഥിതിയെക്കുറിച്ച് അറിയിക്കേണ്ടത്, അവർ എന്നോടാണ് ഇക്കാര്യം ചോദിക്കേണ്ടത്. 4 ദിവസം നീളുന്ന ആഭ്യന്തര മത്സരങ്ങൾ കളിക്കുന്ന തനിക്ക് ഒരു ഏകദിനം കളിക്കാൻ എന്താണ് പ്രയാസം? പരിക്കാണേൽ ഞാൻ രഞ്ജി ട്രോഫി കളിക്കാൻ എത്തില്ലല്ലോ. ഇക്കാര്യം വിഷമത്തോടെ എന്നാൽ രോഷം ഉള്ളിലൊതുക്കി ഷമി പറഞ്ഞത് 9 മാസങ്ങൾക്ക് മുൻപാണ്. ഷമിയെ പരിഗണിക്കാത്തതിൻ്റെ മറ്റൊരു കാരണം യുവതാരങ്ങൾക്ക് നൽകുന്ന മുൻഗണനയാണത്രേ. വരാനിരിക്കുന്ന വലിയ ടൂർണമെൻറ്റുകൾക്ക് മുന്നോടിയായി പുതിയ പേസ് നിരയെ വാർത്തെടുക്കാനാണ് ലക്ഷ്യമത്രേ. എന്നാൽ ഇംഗ്ലണ്ട് പരമ്പരയിലെ സമ്പൂർണ്ണ പരാജയം ഈ തീരുമാനത്തെയൊക്കെ പ്രതിക്കൂട്ടിലാക്കിയിട്ടുണ്ട്. ദേശീയ ടീമിൽ നിന്ന് ഒഴിവാക്കപ്പെടുമ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിലെ മികച്ച പ്രകടനത്തിലൂടെ ഷമി മറുപടി നൽകുന്നുണ്ട്. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ 16 വിക്കറ്റുകൾ, വിജയ് ഹസാരെ ട്രോഫിയിൽ 3 മത്സരങ്ങളിൽ നിന്ന് മാത്രം 15 വിക്കറ്റ്, IPL 2026 സീസണിൽ ലക്നൗ സൂപ്പർ ജയൻസിന് വേണ്ടി 12 വിക്കറ്റുകൾ, ഡൽഹി ക്യാപിറ്റൽസിനെതിരെ സീസണിലെ ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് നേടി. IPL ചരിത്രത്തിൽ 5ാം തവണയാണ് ആദ്യ പന്തിലെ വിക്കറ്റ് എന്ന അപൂർവ റെക്കോർഡ് ഷമി സ്വന്തമാക്കുന്നത്. ഇംഗ്ലണ്ടിനെതിരായ 3ാം ഏകദിനത്തിൽ ഇന്ത്യൻ യുവ ബോളിംഗ് നിര തകർന്നടിഞ്ഞപ്പോൾ ആരാധകർ ഒരേ സ്വരത്തിൽ വിളിച്ച ഒരു പേരുണ്ട്: മുഹമ്മദ് ഷമി എന്ന്. അനുഭവ സമ്പത്ത് വില കൊടുത്തു വാങ്ങാൻ കഴിയുന്നതല്ല എന്ന് തെളിയിക്കപ്പെടുന്നതാണ് ഷമിയുടെ മൊത്തം കരിയർ. പ്രതിസന്ധികളിൽ വീഴാതെ ഇന്ത്യൻ പേസ് ബോളിങ്ങിനെ ലോകത്തിൻ്റെ നെറുകയിലെത്തിച്ച ബോളർ, ലോകകപ്പ് പോലെയുള്ള വലിയ വേദികളിൽ ഇന്ത്യ കണ്ണും പൂട്ടി വിശ്വസിച്ച പന്തേറുകാരൻ, 18 ലോകകപ്പ് മത്സരങ്ങളിൽ നിന്ന് 50-ലധികം വിക്കറ്റുകൾ, ഏറ്റവും വേഗത്തിൽ ആ നേട്ടത്തിലെത്തുന്ന ഇന്ത്യൻ ബൗളറാണ്. അവഗണനകൾക്ക് പന്തുകൊണ്ടും വിക്കറ്റുകൾ കൊണ്ടും മറുപടി പറഞ്ഞ ശീലമാണ് ഷമിയുടേത്. 2023 ലോകകപ്പിൽ ഹാർദിക് പാണ്ഡ്യയ്ക്ക് പരിക്കേറ്റതിനെ തുടർന്ന് മാത്രം പ്ലേയിങ്ങിലെത്തിയ ഷമി ഇന്ത്യയെ കൊണ്ടുചെന്നെത്തിച്ചത് ഫൈനൽ വരെയാണ്. 7 മത്സരങ്ങളിൽ നിന്ന് 24 വിക്കറ്റുകൾ. ധർമ്മശാലയിൽ ന്യൂസിലൻഡിനെതിരെ ആ ലോകകപ്പിലെ ആദ്യ മത്സരം കളിക്കാനിറങ്ങിയ ഷമി ആദ്യ പന്തിൽ തന്നെ വിക്കറ്റ് വീഴ്ത്തുന്നുണ്ട്. മത്സരത്തിൽ 54 റൺസിന് 5 വിക്കറ്റുകൾ. കളിയിലെ താരവും അദ്ദേഹമായിരുന്നു. ഇംഗ്ലണ്ടിനെതിരെ ലക്നൌവിൽ 230 റൺസിൻ്റെ ചെറിയ സ്കോർ പ്രതിരോധിക്കാൻ ഇന്ത്യയെ സഹായിച്ചത് ഷമിയുടെ മാരക സ്പെല്ലാണ്. വെറും 22 റൺസ് വഴങ്ങി 4 വിക്കറ്റുകളാണ് ഷമി ഇംഗ്ലണ്ടിൻ്റെ നെഞ്ചിലേക്ക് എറിഞ്ഞിട്ടത്. ശ്രീലങ്കയ്ക്കെതിരെ 5 ഓവറിൽ 18 റൺസ് മാത്രം നൽകി വീണ്ടും മറ്റൊരു 5 വിക്കറ്റ് നേട്ടം. ഇവയെല്ലാം കഴിഞ്ഞുള്ള യഥാർത്ഥ മാസ് പടം മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ നടന്ന സെമി ഫൈനലിലായിരുന്നു. ഇന്ത്യ ഉയർത്തിയ 397 റൺസ് പിന്തുടർന്ന ന്യൂസിലൻഡ് കെയ്ൻ വില്യംസിൻ്റെയും ഡാരൽ മിച്ചലിൻ്റെയും ബാറ്റിംഗ് കരുത്തിൽ ഇന്ത്യയെ വിറപ്പിച്ച ഘട്ടത്തിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ വിശ്വസിച്ചത് മറ്റാരെയുമല്ല, ഷമിയായിരുന്നു. ഒറ്റ ഓവറിൽ വില്യംസിനെയും ടോം ലാഥത്തെയും പുറത്താക്കി ഷമി ആ മത്സരം തിരിച്ചുപിടിച്ചു. ആ മത്സരത്തിൽ 57 റൺസ് മാത്രം വിട്ടുകൊടുത്ത് 7 വിക്കറ്റുകളാണ് ഷമി കൊയ്തത്. ഒരേകദിനത്തിൽ 7 വിക്കറ്റ് നേടുന്ന ആദ്യ ഇന്ത്യൻ ബൗളർ എന്ന ചരിത്ര നേട്ടം. ഒരു ക്രിക്കറ്റ് പ്രേമിയും ഒരിക്കലും മറക്കാത്ത പ്രകടനം. പക്ഷേ ഇന്ത്യൻ ക്രിക്കറ്റ് ഭരണാധികാരികൾ അതെല്ലാം മറന്നുപോയി.
അതിനും 4 വർഷം മുൻപ് 2019 ഏകദിന ലോകകപ്പിലും ഷമിയുടെ മാസ്മരികത നമ്മൾ കണ്ടിരുന്നു. 2022 പോലെ ആദ്യ 4 മത്സരങ്ങളിൽ അവസരം ലഭിക്കാതിരുന്ന ഷമി പിന്നെയുള്ള 4 മത്സരങ്ങളിൽ നേടിയത് 14 വിക്കറ്റുകളാണ്. സതാംപ്ടണിൽ അഫ്ഗാനിസ്ഥാനെതിരെ അവസാന ഓവറിലെ ഹാട്രിക് ഇന്ത്യയെ ഞെട്ടിക്കുന്ന തോൽവിയിൽ നിന്നാണ് കരകയറ്റിയത്. ചേതൻ ശർമ്മയ്ക്ക് ശേഷം ലോകകപ്പിൽ ഹാട്രിക് നേടിയ രണ്ടാമത്തെ മാത്രം ഇന്ത്യൻ ബൗളർ. തുടരെ 3 ലോകകപ്പ് മത്സരങ്ങളിൽ 4 അതിലേറെയോ വിക്കറ്റ് നേട്ടം. 2019 ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് വീഴ്ത്തിയതും 42 പേരെ പുറത്താക്കിയ ഷമി തന്നെയാണ്. അതിനും 4 വർഷം മുമ്പ് 2015 ലോകകപ്പിലേക്ക് പോകാം. 7 കളികളിൽ ഷമി വീഴ്ത്തിയത് 17 വിക്കറ്റുകളാണ്. 2025 ചാമ്പ്യൻസ് ട്രോഫിയിൽ 5 കളികളിൽ നിന്ന് നേടിയത് 9 വിക്കറ്റ്. എന്നിട്ടും ഓരോ ലോകകപ്പിലും അയാൾ പകരക്കാരനായി മാത്രമാണ് ഇന്ത്യൻ ടീമിൽ ഇടം പിടിക്കുന്നത്. എന്താണ് ഷമിയെ വ്യത്യസ്തനാക്കുന്നത്, അപകടകാരിയാക്കുന്നത്? സീം പ്രസൻറ്റേഷനിലെ മാന്ത്രികനാണ് അയാൾ. ദ കിങ് ഓഫ് സീം പൊസിഷൻ എന്ന് വിളിപ്പേരുള്ളയാൾ. ലോകത്തിലെ പ്രമുഖ ബാറ്റർമാരെല്ലാം ഭയക്കുന്നതാണ് ഷമിയുടെ പെർഫെക്റ്റ് സീം പ്രസൻറ്റേഷൻ. പന്ത് പിച്ചിൽ കുത്തി കൃത്യമായി ഇരുവശങ്ങളിലേക്കും ചലിപ്പിക്കുന്ന ഷമിയുടെ ശൈലി ഏത് ലോകോത്തര ബാറ്റിംഗ് നിരയെയും തകർക്കാൻ പോകുന്നതാണ്. കഴിഞ്ഞ ഏകദിന ലോകകപ്പിൽ മൊഹാലിയിൽ മിച്ചൽ മാർഷിനെ ക്ലീൻ ബോൾ ചെയ്ത ഷമിയുടെ പന്ത് പേസ് ബോളിങ്ങിൻ്റെ ഒരു പാഠപുസ്തകമാണ്. പെർഫെക്റ്റ് ലൈനിലും ലെങ്തിലും പിച്ച് ചെയ്ത് ഔട്ട് സ്വിംഗ് ചെയ്യുമെന്ന് തോന്നിപ്പിച്ച ശേഷം മാർഷിൻ്റെ ഡിഫൻസ് ബ്രേക്ക് ചെയ്ത് മിഡിൽ സ്റ്റംപ് ഇളക്കുകയായിരുന്നു ആ പന്ത്. കൃത്യതയാർന്ന റണ്ണപ്പും പന്ത് റിലീസ് ചെയ്യുമ്പോഴുള്ള സീം പൊസിഷനും ചേർന്നാണ് ഇത്തരം ഷമി മാജിക്കുകൾ ജനിക്കുന്നത്. അതേ ലോകകപ്പിൽ ബെൻ സ്റ്റോക്സിനെ ലക്നൌവിൽ പുറത്താക്കിയ പന്തും മറ്റൊരു പാഠമാണ്. ബാറ്ററെ റൺസ് എടുക്കാൻ അനുവദിക്കാതെ ശ്വാസം മുട്ടിച്ച് പുറത്താക്കുകയായിരുന്നു ഷമി എന്ന്. ആദ്യ ഓവറിൽ ഒറ്റ റൺസ് പോലും ഷമിക്കെതിരെ സ്റ്റോക്സിന് നേടാൻ കഴിഞ്ഞില്ല. ആദ്യ 4 പന്തും ബീറ്റ് ചെയ്യപ്പെട്ടു. 5-ാം പന്ത് ക്രീസിൽ നിന്ന് മുന്നോട്ടിറങ്ങി നേരിടാൻ ഒരുങ്ങിയ സ്റ്റോക്സിനെ അമ്പരപ്പിച്ചുകൊണ്ട് അകത്തേക്ക് സ്വിംഗ് ചെയ്ത പന്ത് ഓഫ് സ്റ്റംപ് തെറിപ്പിക്കുകയായിരുന്നു. റിവേഴ്സ് സ്വിംഗ് ചെയ്യാനുള്ള ഷമിയുടെ മികവ് ടെസ്റ്റ് ക്രിക്കറ്റിൽ വിദേശത്തെ ഇന്ത്യൻ വിജയങ്ങളിൽ നിർണായകമായത് നമ്മൾ പലതവണ കണ്ടിട്ടുള്ളതാണ്. പെർത്തിലെ 6 വിക്കറ്റ് പ്രകടനവും ജോഹനാസ്ബർഗിലും സെഞ്ചുറിയനിലും ആൻറ്റിഗയിലും നേടിയിട്ടുള്ള 5 വിക്കറ്റ് പ്രകടനങ്ങളും എടുത്തു പറയേണ്ടവയാണ്. 2020 ക്രിക്കറ്റിലും എണ്ണിപ്പറയാൻ ഏറെയുണ്ട് ഷമി മാജിക്. 2022 ലോകകപ്പിലെ വാമപ്പ് മത്സരത്തിൽ ഓസ്ട്രേലിയക്കെതിരെ ഒരു ഓവറിൽ നേടിയ 3 വിക്കറ്റുകൾ അതിൽ പ്രധാനമാണ്. മത്സരം ഇന്ത്യ ജയിച്ചത് 6 റൺസിനായിരുന്നു. 2020 ലോകകപ്പിൽ അവസാന പന്തിൽ ടൈലറെ ക്ലീൻ ബോൾഡാക്കി മത്സരം ടൈയാക്കിയതും സൂപ്പർ ഓവറിൽ ന്യൂസിലൻഡിനെതിരെ ഇന്ത്യയെ ജയിപ്പിച്ചതും ഷമിയുടെ ആ പ്രകടനമാണ്. ഗുജറാത്ത് ടൈറ്റൻസ് കിരീടം നേടിയ 2022-ലും ഫൈനലിലെത്തിയ 2023-ലും ഷമിയുടെ പവർ പ്ലേ ബോളിംഗ് അസാമാന്യമായി കണ്ടു നമ്മൾ IPL-ൽ. അങ്ങനെ ഒരാളെയാണ് സ്വിങ്ങും പേസും വേണ്ട ഇംഗ്ലണ്ടിലും അയർലൻഡിലും കളിപ്പിക്കാതെ ഇന്ത്യ ടീമിന് പുറത്തു നിർത്തിയിരിക്കുന്നത്. പ്രതിസന്ധികളെ അതിജീവിച്ച പോരാളിയാണ് അയാൾ. കരിയറിലും വ്യക്തിജീവിതത്തിലും ഗുരുതര പരിക്കുകളെ അതിജീവിച്ചാണ് ഷമി ഓരോ തവണയും ഇന്ത്യൻ ജേഴ്സിയിലേക്ക് തിരിച്ചുവരവ് നടത്തിയത്. 2023 ലോകകപ്പിൽ കാലിലെ കടുത്ത വേദന വകവയ്ക്കാതെ ഇഞ്ചക്ഷനുകൾ എടുത്താണ് അദ്ദേഹം ഇന്ത്യക്ക് വേണ്ടി പന്തെറിഞ്ഞതും വിക്കറ്റുകൾ വാരിക്കൂട്ടിയത്. ഈ പോരാട്ടവീര്യമാണ് അദ്ദേഹത്തെ ആരാധകരുടെ പ്രിയങ്കരനാക്കുന്നത്. ദേശീയ ക്രിക്കറ്റിൽ അവസരങ്ങൾ കുറഞ്ഞപ്പോഴും ആഭ്യന്തര ക്രിക്കറ്റിൽ ഷമി ഇപ്പോഴും പഴയ വിക്കറ്റ് മെഷീൻ തന്നെയെന്ന് തെളിയിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ജസ്പ്രീത് ബുംറയ്ക്കൊപ്പം മുഹമ്മദ് ഷമി കൂടി ചേരുമ്പോഴാണ് ഇന്ത്യൻ പേസ് ബോളിംഗ് പൂർണ്ണമാകുന്നത്. അല്ലെങ്കിൽ ബുംറ കൂടുതൽ അപകടകാരിയാകുന്നതും ഷമിയുടെ കൂടി സാന്നിധ്യത്തിലാണ്. വരാനിരിക്കുന്ന വലിയ ടൂർണമെൻറ്റുകളിൽ ഇനിയെങ്കിലും ഷമിയുടെ അനുഭവ സമ്പത്ത് ഇന്ത്യ ഉപയോഗപ്പെടുത്തിയേ തീരൂ. യുവതാരങ്ങൾക്ക് മാത്രം അവസരം നൽകുന്ന BCCI നിലപാട് മാറ്റേണ്ടതുണ്ടോ? ടെസ്റ്റിൽ 229-ഉം ഏകദിനത്തിൽ 206-ഉം T20-യിൽ 27 വിക്കറ്റുകളുള്ളൊരു താരത്തെ എന്തിൻ്റെ പേരിലാണ് ഇനിയും മാറ്റി നിർത്താനാവുക? അതോ 35 വയസ്സ് പിന്നിട്ട ഇന്ത്യയുടെ ഈ വിശ്വസ്ത ബോളർ ഇതിനകം തന്നെ ഇന്ത്യക്കായി തൻ്റെ അവസാന മത്സരം കളിച്ചു കഴിഞ്ഞു? BCCIയും സംഘവും ചെയ്തത് ഒട്ടും നല്ലതിനല്ല എന്ന് മാത്രമേ പറയാനൂ.